തൃശൂർ പേരാമംഗലത്ത് 3 പേർക്ക് കുത്തേറ്റു. വഴിയിൽ വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. കിഷോർ കൃഷ്ണ എന്ന ആളാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, നമ്മൾ കുറേ കാലമായി പറയുന്നു ഈ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഈ വഴിയിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുക പോലും ചെയ്യരുത്, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുതെന്ന് കൈകൂപ്പി പറഞ്ഞിട്ട് കടന്നു പോകണം എന്ന്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്താണ് ഇയാൾ ഇങ്ങനെ ആൾക്കാരെ കുത്താൻ കാരണം? ഈ കിഷോർ കൃഷ്ണ എന്ന് പറയുന്ന ആൾ വല്ല മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ? നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇന്നലെ രാത്രി 11 മണിയോടുകൂടി മുണ്ടൂർ സെൻട്രലാണ് ഈ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഈ കിഷോർ തന്റെ ബൈക്ക് ഈ റോഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അതുവഴി ഈ പെരിങ്ങന്നൂർ സ്വദേശിയായിട്ടുള്ള അഭിജിത്ത് ഈ ബൈക്കിൽ വരുന്നു. ആ സമയത്ത് ഈ റോഡിന് നടുവിൽ ബൈക്ക് നിർത്തിയിരിക്കുന്നത് കാണാതെ ഈ ബൈക്കിൽ ചെറുതായി തട്ടുകയും ചെയ്തു. അതിനുശേഷം ഈ വാഹനം അവിടെ നിന്ന് മാറ്റി നിർത്തു. സ്വാഭാവികമായും വണ്ടികൾ വരുന്ന വഴിയാണ്, തട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇതിൽ പ്രകോപിതനാവുകയും കിഷോർ കൃഷ്ണ പിന്നീട് ഈ അഭിജിത്തുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ആ സമയത്ത് സമീപവാസികളായിട്ടുള്ള അഭിജിത്തും അതോടൊപ്പം തന്നെ അഭിജിത്തിന്റെ പിതാവ് ബിനേഷും ഒരു ബൈക്കിൽ പോകുന്നു. ഇവർ ഈ വിഷയം കണ്ട് എന്താണെന്ന് സംസാരിക്കാൻ വേണ്ടി ഇടപെടുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ ഈ 3 പേർക്കെതിരെയും ഈ കിഷോർ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ അഭിനന്ദിന് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. ഈ നെഞ്ചിലടക്കം ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ 3 പേരെയും തൃശ്ശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനുശേഷം ഈ കിഷോർ കൃഷ്ണ തന്റെ വീട്ടിലെത്തുന്നു. അതായത് ഇദ്ദേഹം താമസിക്കുന്നത് ഈ പേരാമംഗലത്താണ്. പേരാമംഗലത്ത് തന്റെ വീട്ടിലെത്തി അവിടെ എത്തി വസ്ത്രം മാറിയതിനു ശേഷം അയാൾ ഒളിവിൽ പോയെന്നുള്ളതാണ്. നിരവധി ആളുകൾ കണ്ടു നിൽക്കുകയായിരുന്നു ഈ സംഭവം. ഇവരാരും ഈ കിഷോറിനെ തടഞ്ഞു വെച്ചിട്ടില്ല. ഈ കിഷോറിന് വേണ്ടി ഇന്നലെ രാത്രി മുതൽ പോലീസ് ജില്ലയിലുടനീളം വ്യാപകമായിട്ടുള്ള പരിശോധനയും അന്വേഷണവുമാണ് നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.